പൂഞ്ചിൽ ഷെല്ലാക്രമണം നടന്ന മേഖല ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സന്ദർശിച്ചു. തുടർന്ന് ജില്ലാ ഭരണകൂടവുമായി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ആക്രമണത്തിൽ പരിക്കേറ്റവരെയും മുഖ്യമന്ത്രി നേരിട്ട് സന്ദർശിച്ചിട്ടുണ്ട്. വളരെ മുൻപ് തന്നെ രണ്ട് ദിവസം മുൻപ് തന്നെ വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടായപ്പോൾ ഒമർ അബ്ദുള്ളയുടെ ഭാഗത്ത് നിന്നാണ് ആദ്യം പ്രതികരണങ്ങൾ വരുന്നത്. വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ ലംഘിച്ചിരിക്കുന്നു, മാത്രവുമല്ല പലയിടത്തും വെടിയൊച്ചകൾ കേൾക്കാം അല്ലെങ്കിൽ ശബ്ദങ്ങൾ കേൾക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒമർ അബ്ദുള്ള ട്വീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഭാരതം തിരിച്ചടിച്ച് തുടങ്ങി, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഭാരതത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി തുടങ്ങി എന്ന് സൂചിപ്പിക്കുന്ന ചില ദൃശ്യങ്ങൾ കൂടി ഒമർ അബ്ദുള്ള പങ്കുവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ വലിയ രീതിയിലുള്ള പ്രഹരം പാകിസ്ഥാന് തിരിച്ചു നൽകുന്നുണ്ട്. നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ആക്ടിവേറ്റഡ് ആയി തുടങ്ങി എന്ന് ഒമർ അബ്ദുള്ള സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത്. ട്വിറ്ററിലാണ് എക്സിൽ കുറിച്ചുകൊണ്ടാണ് ഒമർ അബ്ദുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വിട്ടത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, ഇപ്പോൾ പൂഞ്ചിൽ ഷെല്ലാക്രമണം നടന്ന മേഖലയാണ് ഒമർ അബ്ദുള്ള സന്ദർശിച്ചിരിക്കുന്നത്. ജില്ലാ ഭരണകൂടവുമായി യോഗം ചേർന്ന് കൂടുതൽ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദേവിക, നമ്മളിപ്പോഴുള്ളത് പൂഞ്ചിലാണ്. പൂഞ്ചിൽ വലിയ നാശനഷ്ടങ്ങളാണ് പാകിസ്ഥാന്റെ പ്രകോപനത്തിൽ. അതായത് ഭാരതം പാകിസ്ഥാനിലെ ഭീകരവാദ ക്യാമ്പുകൾ അടിച്ചു തകർത്തപ്പോൾ പകരം മര്യാദയില്ലാതെ ഭാരതത്തിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. അത്തരത്തിൽ തിരിച്ച് ആക്രമിക്കാനാണെങ്കിൽ ഭാരതത്തിന് വലിയ രീതിയിൽ പാകിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ മിസൈലുകൾ പായിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഭാരതം ലക്ഷ്യമിട്ടത് പാകിസ്ഥാനിലെ ഭീകരവാദ ക്യാമ്പുകൾ മാത്രമായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ നടത്തിയത് പൂഞ്ച് മേഖലയിൽ അതിരൂക്ഷമായ ഷെല്ലാക്രമണമാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഒരു സ്കൂട്ടർ ആ ഷെല്ലാക്രമണത്തിൽ തകർന്നതാണ്. ഈ മേഖല മുഴുവൻ അത്തരത്തിൽ നിരവധി ഷെൽ ആക്രമണങ്ങൾ 7-ാം തീയതിയും 8, 9, 10 തീയതികളിൽ തുടർച്ചയായി ഈ പൂഞ്ച് നഗരത്തിലെ സിറ്റി മേഖലയിലെ വീടുകൾക്കും ഒപ്പം കെട്ടിടങ്ങൾക്കും നേരെയാണ് വലിയ രീതിയിലുള്ള ഷെല്ലാക്രമണം നടന്നിട്ടുള്ളത്. കഴിഞ്ഞ 3 ദിവസം നമ്മളിവിടെ സംസാരിച്ചപ്പോൾ കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ ആളുകളെല്ലാം തന്നെ മറ്റ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും കുടുംബ വീടുകളിലേക്കും എല്ലാം തന്നെ പോയതായിരുന്നു. ഇപ്പോൾ ഇന്നലെ മുതൽ കഴിഞ്ഞ ഒരു 14-15 മണിക്കൂറുകൾ പരിശോധിക്കുമ്പോൾ യാതൊരു തരത്തിലുമുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ആളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ മേഖലയിലേക്ക് തിരിച്ച് വരുന്നത്. അവർ അവരുടെ വീടുകൾ പരിശോധിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്താണ് ക്രൈസ്റ്റ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഒപ്പം മറ്റ് കെട്ടിടങ്ങളുണ്ട്. ഈ മേഖലയിൽ 2 കുഞ്ഞുങ്ങൾ, 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുഞ്ഞുങ്ങൾ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആകെ 16 സാധാരണക്കാരുടെ ജീവനുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ ഷട്ടറുകളിൽ നോക്കിയാൽ അറിയാം, ഈ ഷട്ടറുകളിൽ ഉണ്ടായിട്ടുള്ള ഷെല്ലിൻ്റെ ചീളുകൾ തെറിച്ചുള്ള ദ്വാരങ്ങളാണ് ഈ ഇരുമ്പിൻ്റെ ഷട്ടറുകളിൽ ഉണ്ടായിട്ടുള്ളത്. ഇവിടെയും ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എല്ലാം ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവരുടെ വയറുകളിലും കഴുത്തിലുമെല്ലാം ഈ ഷെല്ല് വീണ് അതിൻ്റെ ചീളുകൾ തെറിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള മരണം, അവർക്ക് ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഏതായാലും വലിയ നാശനഷ്ടം ഈ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരെ എത്തിക്കൊണ്ട് ഈ മേഖലയിൽ എന്തെല്ലാം നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നതിൻ്റെ കണക്കുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള കണക്കെടുപ്പുകൾ, എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്കെടുപ്പുകൾ നടത്തി വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ദേവിക ചൂണ്ടിക്കാട്ടിയതുപോലെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഈ മേഖല സന്ദർശിച്ചിട്ടുള്ളത്. പൂഞ്ചിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ള മേഖലകളിൽ ഒപ്പം ജീവൻ നഷ്ടമായവരുടെ വീടുകൾ, അവരുടെ കുടുംബത്തെ സന്ദർശിച്ചിട്ടുണ്ട്. ഒരു കൃത്യമായിട്ടുള്ള വിശകലനം ഒമർ അബ്ദുള്ള നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ജില്ലാ ഭരണകൂടവുമായി യോഗം ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ഈ അതിർത്തി മേഖലകളിലെ ഗ്രാമങ്ങളിലേക്ക് ആളുകളെ തിരിച്ചെത്തിക്കുന്നത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്. കാരണം പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ പ്രകോപനം ഇല്ലായിരുന്നു എന്ന് കരുതി ആളുകളെ തിരിച്ചെത്തിച്ചാൽ അത് വലിയൊരു അപകടത്തിന് കാരണമാകുമോ എന്ന സംശയം സുരക്ഷാ സേന വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ഇവിടുത്തെ പ്രാദേശിക മാധ്യമ റിപ്പോർട്ട് ചെയ്യുന്ന ആൾ കൂടി ചേരുന്നുണ്ട്. ഭൈജാൻ നമസ്കാരം. आपका नाम? मेरा नाम शबीर चौधरी। ये जो 8, 9, 10 तारीख को ये पूंछ सिटी में क्या क्या हुआ था? दरअसल 7 मई को रात के तकरीबन 12 बजे का टाइम होगा। 12 बजे के बाद अचानक से गोलाबारी की आवाज़ आने लगी। तब तक हमें कुछ साइनर की आवाज़ नहीं आई, ना ही ऐसे कुछ आवाज़। अचानक से हम उठे तो सबसे पहले तो हमने इधर उधर जो हमारे दोस्त यार थे, हमारा हक बनता है कि हम उनको कॉल करें। हमने उन लोगों को कॉल किया और पूछा
तब तक तो ठीक था। सुबह के 6 बजे के टाइम मेरा इधर पुंछ में एक लोकल न्यूज़ चैनल है, तो मैं हॉस्पिटल पहुंचा। हॉस्पिटल में देखा तब तक सुबह तकरीबन 4 बजे तक हॉस्पिटल में कोई नहीं आया था। फिर वापस जब 4 बजे के बाद 1-2 गोलाबारी हुई तो इधर पुलिस लाइन के पास एक आदमी की ज़ख्मी हुए दोनों। तो मेरे पास बाइक है, मैंने बाइक पे उन दोनों को हॉस्पिटल में पहुँचाया। जो ज़ख्मी हुए थे वो मैंने अपने न्यूज़ चैनल पे उनकी रिपोर्ट डाली। उसके बाद मैं रूम के पास ही पहुंचने लगा तो मैं अंदर था तो बाहर गोला लग गया। तो जब मैं बाहर भागा तो रूम पे गोला लगा तो एक मेरा साथ जान पहचान वाला आदमी था दोस्त, उसकी डेथ हो गई। उसके बाद बस वो डेथ शुरू हुई। उसके बाद दिन को तकरीबन 12 बजे तक बहुत गोलाबारी हुई जिसमें 13 आदमी की टोटल डेथ हो गई। एक पाकिस्तान ने तो किसी को नहीं छोड़ा, पाकिस्तान ने ना ही किसी मदरसे को छोड़ा, ना ही किसी हिंदू जगह को छोड़ा, ना ही गुरुद्वारे को छोड़ा। जहाँ गुरुद्वारे पर हमला हुआ, जहाँ 2 हमारे सिख भाई की डेथ हो गई। उसके बाद जब मदरसे पे हमला हुआ, जहाँ छोटे छोटे बच्चे, आप खुद समझ सकते हो, छोटे बच्चों की डेथ हो गई। उसके बाद जो मदरसे का टीचर था तकरीबन 2004 से यहाँ पढ़ा रहा था, उस बंदे की डेथ हो गई। डेथ होने के बाद आप देखेंगे यहाँ से आप सिटी में आप आए हो, सिटी से तकरीबन 7-8 किलोमीटर दूर है LOC, तो लाइन ऑफ कंट्रोल बिल्कुल पास में है। आप देखेंगे यहाँ 2 जगह पड़ती हैं पाकिस्तान की, 2 डिस्ट्रिक्ट, एक का नाम है रावलाकोट, एक का नाम है मीरपुर और रावलाकोट वाली साइड से हमारे में गोला आ रहे थे। उसकी जब इस साइड पे जाओ एक मेंढर तहसील आती है इसी डिस्ट्रिक्ट में, उसका नाम मेंढर है, पुंछ डिस्ट्रिक्ट में वो तहसील है, उसमें गोलाबारी हुई, लोग जख्मी हुए। बस 12 बजे अभी ये पुंछ सिटी का हाल क्या है? अभी थोड़े घंटे में कुछ गड़बड़ नहीं होगी है? अभी तो नहीं हुई है, मगर आप देख सकते हो, आप इस टाइम आपको कोई नहीं दिख रहा है। ये पुणे सिटी एक बहुत बड़ी पॉपुलेशन वाली सिटी है। इसमें इतने लोग होते थे कि आप दिन में यहाँ जाम लगा रहता था ट्रैफिक में। अभी इस टाइम कोई नहीं मिल रहे लोग। यहाँ से जम्मू वाली साइड भाग के गए, मगर जम्मू सिटी में भी गोलाबारी हुई। तकरीबन रजौरी की सिटी में भी आपने कल न्यूज़ कवर की थी, रजौरी सिटी में भी गोलाबारी हुई। लेकिन रजौरी से जो दूर गाँव के इलाके थे हमारे, बुदल नाम है, जैसे थना मंडी भी दूर था, उधर भी गोलाबारी हुई। कालाकोट तहसील है इसकी, रजौरी डिस्ट्रिक्ट की, वहाँ पे थोड़ा लोग सेफ रहे। फिर पाकिस्तान की तरफ से जब गोलाबारी बंद हुई 10 मई को, तो वहाँ ड्रोन आने लगे। मगर शुक्र है हमारा डिफेंस सिस्टम अच्छे से काम कर रहा था, हमारा एयरफोर्स जो अच्छे से एक्टिव होगी, जिसने एक ड्रोन भी इधर नहीं गिरने दिया। ये जो गोलाबारी का हुआ, ये ओनली गोलाबारी से हुआ। पाकिस्तान से तरफ की बताते हैं कि तकरीबन 400 ड्रोन एक रात में छोड़ा गया था हिंदुस्तान की तरफ, बट उसमें एक ड्रोन भी नहीं गिरा, क्योंकि हमारा डिफेंस सिस्टम आप सोच सकते हो कितना अच्छा से काम कर रहा था। डिफेंस वाज स्ट्रॉन्ग एंड आवर आर्मी वाज गिवन स्ट्रॉन्ग रिप्लाई टू द पाकिस्तान। हाँ, यस। तो उसके बाद अगर आप देखें उधर के लोगों को काला, हमें एक दुख हुआ थोड़ा सा, अगर आप अपनी न्यूज़ चैनल की तरफ से बताएंगे कि हमारे खुद रिलेटिव जिन लोगों को मैंने रेस्क्यू करके लाए थे, हम हमारी गाड़ी लेके गए थे, हमसे जितना मदद हो सका हमने किया। डिस्ट्रिक्ट रजौरी जो नौशहरा का इलाका है, नौशहरा तहसील है एक डिस्ट्रिक्ट रजौरी में, आप सोचो 600 मीटर दूर लोगों का घर था, वहाँ पे बैंकर नहीं दिए गए थे उस बैंकर में। मगर ये हुआ लोग भागे तो आर्मी ने बहुत सपोर्ट की, आर्मी ने उन लोगों को अपने बैंकरों में रात को रखा। तो सुबह के टाइम बोला जहाँ जा सकते हो, आर्मी ने जहाँ तक उनको खतरा था वहाँ से निकाला। फिर लोगों को हमारे जम्मू कश्मीर के लोगों ने उन लोगों को भाइयों की तरफ से बड़ी हेल्प की, उन लोगों को अपने घरों में अपना दी। अभी तक लोग घर में, लेकिन जो बैंकर नहीं दिए गए जो मेन जगह पे, अभी पुंछ सिटी में, क्योंकि लाइन ऑफ कंट्रोल के जो पास लोग थे उनमें बैंकर दिए होते। अब ये सिटी दूर थी, कि तकरीबन 6-7 किलोमीटर दूर थी। हमें कभी लगा नहीं था कि ऐसा गोलाबारी का कुछ होगा, मगर पाकिस्तान की इस हरकत की वजह से बहुत दुख हुआ। जो अब ये माली नुकसान है, आप माली समझें कि ये पेमेंट वाला नुकसान या किसी का मकान गिरा है, मगर जो हमारी जानें गई हैं हमारे भाइयों की, उनका बहुत दुख हुआ हमें। ഓക്കെ ബൈ, ഓക്കെ, താങ്ക് യു ഫോർ ദ ഡീറ്റെയിൽസ്. അദ്ദേഹം വ്യക്തമാക്കിയത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, ഇതൊരു പൂഞ്ച് സിറ്റിയാണ്. ഇവിടെ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ഉണ്ട് നിയന്ത്രണ രേഖയിലേക്ക്. ആ നിയന്ത്രണ രേഖയിൽ നിന്ന് ആ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഗ്രാമങ്ങളിലെല്ലാം ബങ്കറുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സിറ്റി മേഖലയിൽ ഇത്തരത്തിലൊരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല. ഒപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇന്ത്യൻ ആർമി ഇവിടെയുള്ള ആളുകളെ സഹോദരന്മാരെ പോലെ ചേർത്ത് പിടിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് രജൌരിയിലും പൂഞ്ചിലും ഓരോ ആളുകളോടും സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ കൃത്യമായി ആളുകളെ സംരക്ഷിക്കാൻ വ്യോമമാർഗം വഴി ഉണ്ടായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സൈന്യത്തിന് സാധിച്ചു. അതിന് ശക്തമായ തിരിച്ചടി നൽകാനും ഭാരതത്തിൻ്റെ സൈന്യത്തിന് സാധിച്ചു. പക്ഷേ അതിർത്തിയിൽ നിന്ന് നടത്തിയിട്ടുള്ള ഷെല്ലാക്രമണം, ആ ഷെല്ലുകൾ വന്ന് വീഴുന്നതിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല, പകരം ശക്തമായ തിരിച്ചടി നൽകാനാണ് സാധിക്കുക. അത് വളരെ കൃത്യമായി ഭാരതത്തിൻ്റെ സൈന്യം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഷെല്ലാക്രമണത്തിൽ തകർന്നിട്ടുള്ള ഇവിടുത്തെ കോൺസ്റ്റബിളിൻ്റെ വീടും ഒപ്പം കാറിൻ്റെ ദൃശ്യങ്ങളുമാണ്.
എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളിൽ കൂടി, ആ വീടിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഷെല്ലുകൾ വന്ന് പതിച്ചിട്ട് തുടർച്ചയായി 7, 8, 9 തീയതികളിൽ രാത്രി സമയങ്ങളിലും പുലർച്ചെ സമയങ്ങളിലുമാണ് ഷെല്ല് വന്ന് പതിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീടിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്ന് കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ചില്ലുകൾ തകർന്ന് കിടക്കുന്നുണ്ട്. അപ്പം ഈ വാതിൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അത്തരത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ ഷെല്ലാക്രമണത്തിലുണ്ടായി. മരണസംഖ്യ ജമ്മുകശ്മീർ ഭരണകൂടവും ഒപ്പം സുരക്ഷാ സേനയും നൽകുന്നത് 16ലധികം മരണങ്ങൾ പൂഞ്ചിലുണ്ടായി എന്നുള്ളതാണ്. അതും വളരെ കൃത്യമായി ഷെല്ലാക്രമണത്തിൽ ഒരു ഡ്രോൺ പോലും പൂഞ്ചിൽ വീണ് സ്ഫോടനം നടത്തിയിട്ടില്ല. ഈ മേഖലയിലെല്ലാം ഡ്രോണുകൾ എത്തിയിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി ആളുകൾ പറയുന്നുണ്ട്. ആ ഡ്രോണുകൾ നിർവീര്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഷെല്ലാക്രമണത്തിൽ നമുക്ക് 16 ജീവനുകൾ നഷ്ടമായി. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. അദ്ദേഹം വീരമൃത്യു വരിച്ചു. ഏതായാലും കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ അതിർത്തി ശാന്തമാണ്. പൂഞ്ച്, രജൌരി, കുപ്വാര തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഒന്നും തന്നെ പാകിസ്ഥാന്റെ വെടിവെപ്പോ ഷെല്ലാക്രമണമോ വ്യോമമാർഗത്തിലൂടെയുള്ള പ്രകോപനമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വളരെ ശാന്തമായി മടങ്ങുന്നു. അതുകൊണ്ട് ആളുകൾ ഇപ്പോൾ തിരിച്ച് വീടുകളിലേക്ക് എത്തിയിരിക്കുകയാണത്. ഇപ്പോൾ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഈ ഷെല്ലുകളുടെ ഇത്തരം ചീളുകളാണ് ആളുകളുടെ മരണത്തിന് കാരണമാകുന്നത്. ആ ഷെല്ല് വന്ന് വീണ സ്ഫോടനത്തിൽ ഇത്തരം ചീളുകൾ ആളുകളുടെ ദേഹത്ത് കയറി. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്ത് റൂമിൽ ഈ ഷെല്ലാക്രമണത്തിൽ ഇദ്ദേഹം പുറത്തും ഈ സുഹൃത്ത് അകത്തിരിക്കുമ്പോൾ സ്ഫോടനം നടന്നു. ഈ ചീള് കുത്തിക്കയറി മരിച്ചു, കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ഭാരതത്തിൻ്റെ ജനവാസ മേഖലയിൽ സാധാരണക്കാരായ ആളുകളെ കൊലപ്പെടുത്തുക എന്ന വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ് പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ നിന്ന് ഇത്തരത്തിൽ പൂഞ്ച്, രജൌരി ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയിലേക്ക് ഷെല്ലുകൾ അയച്ചിട്ടുള്ളത്. അതിന് പകരം പാകിസ്ഥാനിലെ ജനങ്ങളെയല്ല, വ്യോമതാവളങ്ങളുടെ അവരുടെ അതീവ നിർണായകമായിട്ടുള്ള മുറദിലെയും ഒപ്പം റാവൽപിണ്ടിയിലെയും എല്ലാം വ്യോമതാവളങ്ങൾ അടിച്ചു തകർത്തുകൊണ്ടും ഇനിയൊരു ചോര ഭാരതത്തിൽ വീഴ്ത്തിയാൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് പാകിസ്ഥാനെ അടിച്ചു തകർക്കുമെന്ന നിർദ്ദേശവും തീരുമാനവും നിലപാടും എടുത്തുകൊണ്ടാണ് ഈ നിലവിലെ ഈ ഒരു സംഘർഷത്തിന് ഭാരതം അയവ് വരുത്തിയിട്ടുള്ളത്. അത്തരത്തിലൊരു നിലപാട് ഭാരതം എടുത്തതിന് ശേഷം പിന്നീടുള്ള മണിക്കൂറുകളിൽ യാതൊരു തരത്തിലുമുള്ള പ്രകോപനവും ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അതിർത്തി മേഖല നിലവിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ശാന്തമാണെങ്കിൽ പോലും ഭാരതത്തിന്റെ പ്രതിരോധ നിര സുസജ്ജമാണ്. നമുക്ക് ആർമി ഉദ്യോഗസ്ഥരോടും സംസാരിക്കാൻ സാധിച്ചിരുന്നു. ഒരു തലത്തിലും പ്രതിരോധ നിരയിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ തയ്യാറെടുപ്പുകൾ, ഇപ്പോഴും യുദ്ധസമാനമായ തയ്യാറെടുപ്പുകളാണ് കര മേഖലയിൽ സൈന്യം നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചതി, ഈ വെടിനിർത്തൽ ധാരണകൾ പലപ്പോഴും ലംഘിച്ചുകൊണ്ട് ഈ പഹൽഗാം ഭീകരാക്രമണവും അതിനുശേഷമുള്ള ഓപ്പറേഷൻ സിന്ദൂരും നടന്ന സമയത്ത് മാത്രമല്ല, ഇതിൻ്റെ ഇടകളിലെല്ലാം തന്നെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെയും ആളുകൾക്ക് നേരെയും ജനവാസ മേഖലകൾക്ക് നേരെയും പാകിസ്ഥാൻ പലപ്പോഴും വെടിവെപ്പ് നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ ഭാരതം നടത്തിയിട്ടുണ്ട്. ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ, ഇനിയൊരു ഷെല്ലാക്രമണമോ ഡ്രോൺ ആക്രമണത്തിനോ പാകിസ്ഥാൻ ശ്രമിച്ചാൽ അതിന് പാകിസ്ഥാന്റെ അവസാനം കാണുന്ന രീതിയിലേക്കുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കും. അത്തരത്തിലുള്ള പ്രവർത്തനം യുദ്ധ പ്രഖ്യാപനമായി കണക്കാക്കും എന്ന് രാജ്യത്തിൻ്റെ ഭരണകൂടം ഏതായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഏതായാലും ഞാനിപ്പോഴുള്ളത് പൂഞ്ചിലാണ്. ഇവിടെ അല്പസമയങ്ങൾക്ക് മുൻപാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എത്തി ഈ സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തുകയും ഇവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ഈ പ്രദേശവാസികളെല്ലാം തിരിച്ചെത്തിക്കാനുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ റോഡ് നമുക്കറിയാം, അദ്ദേഹം നേരത്തെ നമ്മോട് സംസാരിച്ച ആൾ പറഞ്ഞത് പകൽ സമയങ്ങളിൽ ഈ റോഡ് ബ്ലോക്ക് ആകുന്ന രീതിയിൽ അത്രയും വാഹനങ്ങൾ ഉണ്ടാവുകയും അത്രയും ആളുകൾ, ജനസംഖ്യയുള്ള പോപ്പുലേഷനുള്ള സിറ്റിയാണ്, പക്ഷേ റോഡുകൾ കാലിയാണ്, ഷട്ടറുകൾ അടഞ്ഞു കിടക്കുന്നത്, റോഡിൻ്റെ ഈ കടകളുടെ എല്ലാം ഷട്ടറുകൾ അടഞ്ഞു കിടക്കുന്നത് കാണാൻ സാധിക്കും. വീടുകളിൽ മുഴുവൻ ഗേറ്റുകൾ പൂട്ടി ലോക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ ആളുകൾ ഇവിടെ നിന്ന് മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്കും ബങ്കറുകളിലേക്കും പോയി. ഇവിടെ നിന്ന് പോകുന്ന ആളുകളെ ഇന്ത്യൻ ആർമി അവരുടെ നേരത്തെ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ ആർമി വളരെ കൃത്യമായി ആർമിയുടെ ബങ്കറുകളിലേക്ക് അവരെ മാറ്റിക്കൊണ്ട് സുരക്ഷിതമാക്കുകയും പിന്നീട് രാവിലെ ആയപ്പോൾ തിരിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെ തയ്യാറെടുപ്പുകൾ സാധ്യമാകുന്ന പ്രതിരോധ നടപടികൾ പൂഞ്ചിൽ നടത്തിയിരുന്നു. പക്ഷേ അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാൻ ജനവാസ മേഖല ലക്ഷ്യം വെച്ചുകൊണ്ട് സാധാരണക്കാർക്ക് ജീവഹാനി ഉണ്ടാക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം നടന്നിട്ടുള്ളത്. അത് 16 ജീവനുകളാണ് പൂഞ്ചിൽ എടുത്തിട്ടുള്ളത്. ആ മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മോടൊപ്പം ക്യാമറമാൻ ഉണ്ണി കെ വാര്യരുണ്ട്, കൂടാതെ ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ രജൌരിയിലെത്തിയിരുന്നു. അവിടെ സ്ഫോടനം നടന്ന ദൃശ്യങ്ങൾ, മേഖലകൾ പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ പൂഞ്ച് മേഖലയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അല്പസമയങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഈ മേഖല സന്ദർശിക്കുകയും ചെയ്തത്. ദേവിക.
ശരി ജിഷ്ണു, എന്തായാലും അവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കനത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി പാകിസ്ഥാൻ സൈന്യം നൽകിയിരുന്നതോടൊപ്പം തന്നെ സ്വന്തം സഹോദരങ്ങളെ പോലെ ചേർത്ത് നിർത്തുന്ന ഒരു സാഹചര്യവും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നവർ വളരെയധികം സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ് നമ്മുടെ